ഈ വിളക്കിന്റെ ചോട്ടിലിരുന്നാ ഞാൻ പഠിച്ചത്. കൊച്ചക്കറിയോ? ഈ മണ്ണെണ്ണ വിളക്കിന്റെ ചോട്ടിലിരുന്നാ പഠിച്ചത്. എത്ര പേര് പഠിച്ചു? കെട്ടുപോയപ്പോ നിർത്തി. അതെ, കെട്ടുപോയപ്പോ നിർത്തി. ശൂരം പടയുടെ ചമ്പട കൊട്ടിക്കോലെന്നും താളം മൂലം കൊള്ളിക്കരയിൽ നിന്നും പെൺപൊടി എന്ന് കോലം നമസ്കാരം. വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് സ്റ്റാർ വെൽ അല്ലേ? ഞാൻ ഇതുവഴി പോയതാണ്. തൊടുപുഴ അല്ലേ? പ്രകാശ് പമ്പിന്റെ ഓപ്പോസിറ്റ് അല്ലേ? ഇങ്ങനല്ലേ? ഹലോ മൈ ഡിയർ ഫ്രണ്ട്, കോൺക്വർ ദ വേൾഡ് വിത്ത് ലവ്. ലവ് യു എവരിബഡി. ബോച്ചെ. സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. പ്രത്യേകം ഏത് വിശേഷം, എന്ത് വിശേഷം നമ്മളുണ്ടല്ലോ ഒരു കുടക്കീഴിലാണ്. കാരണം ഇവിടെ വന്നാൽ മതി, എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. കുറെ ഐറ്റംസ് ഒക്കെ ഇപ്പൊ വാടകയ്ക്ക് പോയേക്കുവാണ്. കുറെ ഗോഡൌണിലുണ്ട്. ഡെയിലി ഉണ്ട്. വെറൈറ്റി സംഭവം. ബോച്ചി സാധനം വാങ്ങിയത് വാടകയ്ക്കാണ് മെയിനായിട്ട് പോണത്. വിൽക്കാനാണ് ബോച്ച് വാങ്ങിയതല്ലേ? ഇതിപ്പോ ചോദിച്ചു വന്ന ഈ ലേഡി ചോദിച്ചു വന്നാണ് ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ചോദിച്ചു വന്നാണ്. പക്ഷെ ബോച്ച എടുത്തു എന്ന് പറഞ്ഞപ്പോ അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു. കാരണം ബോച്ച വലിയ റേറ്റ് പറഞ്ഞാലോ എന്ന് പറഞ്ഞു കരുതി. ലേലം വിളിച്ചെടുക്കൂല്ലോ. അതുകൊണ്ട് തന്നെ സംഭവം അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നല്ല വിളക്കുകൾ കണ്ടില്ലേ? നല്ല വെറൈറ്റി. ഇത് നമ്മുടെ മാനർമത്തായി സ്പീക്കിങ്ങിന് ശേഷം ഉള്ളത്. കിണ്ടി കണ്ടില്ലേ? കിണ്ടി പല ടൈപ്പുള്ള കിണ്ടികളുണ്ട്, വിളക്കുകളുണ്ട്. പിന്നെ ഇതുണ്ട് കൊടയുണ്ട്. കൊട ഇതുണ്ടല്ലേ? കൊട മാവേലിന്റെ വെക്കാം. പിന്നെ അവരെ ഫംഗ്ഷന് വെക്കാം. മാവേലിന്റെ ആണോ? പുതിയതായിട്ട് നിർമ്മിക്കുന്നതാണോ അതല്ല പഴയതാണോ? പഴയ സാധനം അല്ലെ? അതേ മോഡല് പുതിയ ഉണ്ടാക്കുന്നതല്ലേ? അല്ലല്ല, പഴയ ടൈപ്പ് സാധനങ്ങൾ. അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെ നിന്ന് കിട്ടും? കാരണം ഒരു പ്രത്യേകത ഉണ്ട് ബോച്ചെ. ഈ സിനിമാക്കാരില്ലേ, സിനിമാക്കാർ ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാം എടുത്തു. കാരണം അവർക്ക് പഴയകാല സിനിമകളാണ് കൂടുതലും. പെട്ടിയാണ്. ഇതില് അതാണ് പറയൊക്കെ ഇളക്കണത്. അങ്ങനെ എന്ത് വേണ്ട എല്ലാം ഉണ്ട് ഇവിടെ. എന്തായാലും ഈ ഷോപ്പിലേക്ക് എല്ലാരും വരിക. ഇത്തരത്തിലുള്ള സാധനങ്ങൾ വേണമെങ്കിൽ പഴമ ചോർന്നു പോകാത്ത കുറെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇതിലെ കുറച്ച് സാധനങ്ങൾ ഞാൻ പർച്ചേസ് ചെയ്യാം. ഇഡ്ഡലി പാത്രം, പണ്ടത്തെ ഇഡ്ഡലി പാത്രം തുറക്കല്. ഇതിലൊക്കെ ഒരുപാട് ഇഡ്ഡലി കഴിച്ചിട്ടുണ്ട് പഴയ തലമുറകള്. ഭൂതണ്ടാവോ? പേടി. പിന്നല്ലോ ഇത് ഇങ്ങനെയാക്കി മാറ്റും. ഇപ്പൊ അതായത് വേറെ ലെവലാക്കി മാറ്റും. ഇപ്പം കളറ് മാറ്റും. ഇല്ല കേട്ടാ, കളറ് മാറ്റി കൊടുക്കും. പോളിഷ് ചെയ്ത് കൊടുക്കും. പോളിഷ് ചെയ്ത് കൊടുക്കും. കൂടുതലും വിളക്കാണോ ചേട്ടാ പോകുന്നത്? വിളക്ക് പോകുന്നുണ്ടല്ലോ. പണ്ടത്തെ പാൽക്കുണ്ട. ക്ലോക്ക് ഉണ്ട്, വാൽ കണ്ണാടി ഉണ്ട്. ഇതുണ്ടോ വാൽ കണ്ണാടി? ഇതുണ്ടോ? നമ്മുടെ തൊടുപുഴ മൂവാറ്റ റൂട്ടിലാണ് ഷോപ്പ് ഇരിക്കുന്നത്. അപ്പൊ എല്ലാവരും വരിക. എന്തൊക്കെയാ സംഭവങ്ങളല്ലേ? ബോച്ചയുടെ കളി ഇതുവരെ നിന്നിട്ടില്ല അല്ലെ? കളി വേണം. കളി ഇല്ലാതെ എന്ത് ജീവിതം? നെയിം ബോർഡുകൾ അത് ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയിം ബോർഡുകൾ ഇപ്പൊ ബോച്ചയുടെ വീടിന്റെ അവിടെ ബോച്ചയുടെ പേര് വെക്കണമെങ്കിൽ ഉണ്ടല്ലോ. അതിപ്പോ ഒരാള് കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ ഇവിടെ എന്റെ പേര് ബോച്ചെന്ന് കൊടുക്കാം, എഴുതാം. അതേപോലെ തന്നെ എന്റെ പേര് അഭിലാഷ് ഷാട്ടായം എന്ന് പറഞ്ഞ് എഴുതാം. താരം അതിനു വേണ്ടി ഉണ്ടാക്കുന്നല്ലേ? ഓക്കെ. ഈ വിളക്കിന്റെ ചോട്ടിലിരുന്നാ ഞാൻ പഠിച്ചത്. കൊച്ചക്കറിയോ? ഈ മണ്ണെണ്ണ വിളക്കിന്റെ ചോട്ടിലിരുന്നാ പഠിച്ചത്. എത്ര പേര് പഠിച്ചു? കെട്ടുപോയപ്പോ നിർത്തി. അതെ, കെട്ടുപോയപ്പോ നിർത്തി. ബോച്ചേ, എന്നോട് മത്സരിക്കണ്ടോ? തല കൊയ്യരുത്. എനിക്കറിയാവുന്ന ബോച്ച അങ്ങനെ ഒരു ആളാണെന്ന് അറിയാതെ. കാരണം ഇവിടെ വെട്ടുമ്പോ കൈ താഴെ പോകും. പാലട്ടമ്പോളല്ലേടി നിന്നെ ഞാൻ പാലത്തി കണ്ടതല്ലേ, നിറതല്ലി നിറവല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താണ്ട്, നിറതല്ലി നിറവല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താണ്ട്. ചേച്ചിയാണ് വിളിച്ചു വരുന്നത്. ഈ ചേച്ചി വന്നത് കാരണം ചേച്ചിക്ക് ബോച്ച എന്ന് പറഞ്ഞ ഒരു വികാരമാണ്, എന്ന് വെച്ചാൽ ഒരു ഇഷ്ടമാണ്. ആ ബോച്ച ഇവിടെ വന്നാറ്. അങ്ങനെയാണ് ബോച്ച പറഞ്ഞല്ലോ ടൈറ്റാനിക്കിന്റെ. കണ്ടോ ഈ സംഭവം? എല്ലാ വെറൈറ്റി ഫോൺ ഇവിടെ ഫോണൊക്കെ ഉണ്ട്. തൊടുപുഴ മൂവാറ്റുപുഴ റോഡിൽ പ്രകാശ് പമ്പിന്റെ സമീപം അർച്ചന ഹോസ്പിറ്റലിന്റെ സമീപം പ്രകാശ് പമ്പ്. എല്ലാവരും ഈ ഒരു ഷോപ്പിലേക്ക് വരിക. നല്ല
വെറൈറ്റി സംഭവങ്ങളുണ്ട്. എന്തായാലും ഇവിടെ വരാൻ സാധിച്ചതിൽ, നിങ്ങൾ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ സാധനങ്ങളൊക്കെ എൻ്റെ വണ്ടിക്ക് പുഴയിൽ സ്റ്റാർവെൽ എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിലേക്ക് എല്ലാവരും വരിക. അപ്പോൾ ഞാൻ പോവാണ് ചേച്ചി, താങ്ക് യു. വീണ്ടും വരാം. വന്നതിൽ സന്തോഷം ബോച്ചെ. സ്റ്റാർ വെല്ലിൽ എത്തിയതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ.